നമസ്കാരം. പ്രധാന വാർത്തകൾ. കാസർകോട് തട്ടിക്കൊണ്ടുപോയ പെൺകുട്ടി ലൈംഗികാതിക്രമത്തിനിരയായി. പരിക്കേറ്റ 10 വയസ്സുകാരി ചികിത്സയിൽ. 3 പേർ കസ്റ്റഡിയിൽ. CCTV ദൃശ്യം പരിശോധിച്ച പോലീസ്. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. 5 വയസ്സുകാരി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ. അമീബ ശരീരത്തിലെത്തിയത് കടലുണ്ടിപ്പുഴയിൽ കുളിച്ചപ്പോൾ. വേനൽ മഴ ശക്തമായി തുടരുമെന്ന കാലാവസ്ഥാ പ്രവചനം. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിയോടുകൂടിയ അതിശക്തമായ മഴയ്ക്കും സാധ്യത. തൃശൂർ പാലപ്പിള്ളിയിൽ വീണ്ടും പുലിയിറങ്ങി. പശുക്കുട്ടിയെ കടിച്ചു കൊന്നു. ആക്രമണം കന്നാറ്റുപാടം സർക്കാർ സ്കൂളിന് സമീപത്ത്. ആശങ്കയിൽ നാട്ടുകാർ. പുനലൂർ ചെങ്കോട്ടപ്പാതയിൽ പ്രത്യേക AC ട്രെയിൻ സർവീസ് നാളെ മുതൽ. സർവീസ് കൊച്ചുവേളിയിൽ നിന്നും താമ്പരം വരെ. നോക്കാം വിശദമായ വാർത്തകൾ. കാസർകോട് ഉറങ്ങിക്കിടക്കുകയായിരുന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പെൺകുട്ടി ലൈംഗികാതിക്രമത്തിനിരയായെന്ന് മെഡിക്കൽ റിപ്പോർട്ട്. പടന്നക്കാട് ഒഴിഞ്ഞ വളപ്പിലായിരുന്നു ഉറങ്ങിക്കിടന്ന കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ശേഷം പറമ്പിൽ ഉപേക്ഷിച്ചത്. കേസിൽ 3 പേർ കസ്റ്റഡിയിലായി. കണ്ണിനും കഴുത്തിനും പരിക്കേറ്റ കുട്ടിയെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. KV ബൈജു വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ബൈജു, നമ്മൾ സംശയിച്ചതുപോലെ തന്നെയാണ് സംഭവങ്ങൾ. ഈ 10 വയസ്സുകാരിയായ കുട്ടി ലൈംഗികാതിക്രമത്തിന് ഇരയായിരിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ടാണ് വന്നത്. അപ്പോൾ പ്രതിയുടെ യഥാർത്ഥ ലക്ഷ്യം മോഷണമായിരുന്നു. എന്താണ് സംഭവത്തിൽ പോലീസ് പറയുന്നത്? പ്രതികൾ പിടിയിലായിരുന്നു. ബബിത, വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ കുട്ടി ലൈംഗിക അതിക്രമത്തിന് ഇരയായിരിക്കുന്നു എന്ന മെഡിക്കൽ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. എന്തായാലും നമ്മൾ നേരത്തെ ഇത്തരത്തിലുള്ളൊരു സൂചന നമുക്ക് ലഭിച്ചിരുന്നു. ഏതായാലും അതിപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. കുട്ടി ലൈംഗിക അതിക്രമത്തിന് ഇരയായിരിക്കുന്നു. 10 വയസ്സുകാരിയായ ഈ ബാലികയെ വീട്ടിൽ കിടന്നുറങ്ങുന്നതിനിടെ 2.5 മണിക്കാണ് ഇത്തരത്തിൽ എടുത്തുകൊണ്ടുപോയി. അതായത് ഈ മുത്തശ്ശൻ പാല് കറക്കാനായി വീട്ടിൽ നിന്നും പുറത്തു പോയ സമയത്തായിരുന്നു ഈ കൃത്യമായി ഇയാൾ ഈ വീടിനകത്തേക്ക് വരുന്നതും കുട്ടിയെ എടുത്ത് പിറകു വശത്ത് അടുക്കള ഭാഗത്തുകൂടി ഇത്തരത്തിൽ കൊണ്ടുപോവുകയും തൊട്ടടുത്ത് ഒരു 500 മീറ്റർ അപ്പുറത്ത് വയലിൽ കൊണ്ടുപോയി ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയിരിക്കുന്നു. മാത്രമല്ല ഈ കുട്ടിയുടെ സ്വർണ്ണാഭരണങ്ങളും കൈക്കലാക്കി ഇത്തരത്തിൽ വീടിന് സമീപത്ത് ഈ കുട്ടിയെ കൊണ്ടുവിടുകയായിരുന്നു. തൊട്ടടുത്തൊരു വീട്ടിൽ കുട്ടി കോളിംഗ് ബെല്ലടിച്ച് അവരെ വിളിച്ചുണർത്തി. അതിനുശേഷം വീട്ടുകാരുമായി ബന്ധപ്പെട്ടാണ് ഈ കുട്ടി ഏതായാലും തിരിച്ചു വന്നത്. ഏതായാലും കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ പറയുന്നുണ്ട്. ഏതായാലും കുട്ടി ഇപ്പോഴും ചികിത്സയിൽ തന്നെയാണ്. കഴുത്തിനും അതുപോലെ തന്നെ ചെവിക്കും ഈ കുട്ടിക്ക് പരിക്കുണ്ട്. എന്തായാലും കുട്ടി ഇപ്പോൾ ലൈംഗികാതിക്രമത്തിന് ഇരയായിരിക്കുന്ന ഏറ്റവും പുതിയ വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം 3 പേർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. അതായത് ഈ പ്രദേശത്തുള്ളവർ തന്നെയാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇവരെ ചോദ്യം ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല ഈ വീടിന് തൊട്ട് സമീപത്തായുള്ള ഒരു വീട്ടിൽ സ്ഥാപിച്ച CCTV ക്യാമറയിൽ നിന്നും ചില ദൃശ്യങ്ങളൊക്കെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ ദൃശ്യത്തിൽ സാമ്യമുള്ളവരെയാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇവർ ലഹരി മാഫിയ സംഘങ്ങളുമായി ബന്ധമുള്ളവരാണെന്നും പോലീസ് പറയുന്നുണ്ട്. ഏതായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ഏതായാലും പ്രതികളെ കുറിച്ച് സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ കുട്ടി നൽകിയ ഒരു മൊഴിയുണ്ട്. അതായത് വെളുത്ത മെലിഞ്ഞ ശരീരപ്രകൃതമുള്ള മലയാളം സംസാരിക്കുന്നവരാണ് തന്നെ തട്ടിക്കൊണ്ടുപോയെന്നാണ് ഈ പെൺകുട്ടി മൊഴി നൽകിയിരിക്കുന്നത്. ആ രീതിയിലായിരുന്നു അന്വേഷണം. ഏതായാലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ DIG ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തിലുണ്ട്. അവർ ഈ ക്യാമ്പ് ചെയ്ത് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഏതായാലും ഈ കുട്ടി ജീവനോട് തിരിച്ചെത്തിയെന്നത് വലിയ ആശ്വാസമാണ്. അപ്പോഴും നമ്മുടെ വീടുകളിൽ പോലും പെൺകുട്ടികൾക്ക് കിടന്നുറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടോ എന്നൊരു ചോദ്യം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയാണ്. ബൈജു സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വന്തം വീട്ടിൽ നമ്മുടെ പെൺകുട്ടികൾ എത്രമാത്രം സുരക്ഷിതരാണെന്നുള്ളൊരു ചോദ്യമാണ് ഈ ഒരു സംഭവം ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ച് ഈ ഒരു കേസിന്റെ എല്ലാവിധ ചുരുളുകളും ഉടൻ തന്നെ വളരെ പെട്ടെന്ന് തന്നെ അഴിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, ഈ പോലീസ് എന്താണ് ഇപ്പോൾ പറയുന്നത്? കൃത്യമായ ഒരു ആസൂത്രണം ഇതിന് പിന്നിലുണ്ട് എന്ന് സംശയിക്കുന്നുണ്ടോ പോലീസ്?
തീർച്ചയായും ഈ വീടും പരിസരവുമായി കൃത്യമായി പരിചയമുള്ള ആൾ തന്നെയാണ് ഇത് കൃത്യം ചെയ്തതെന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ആ രീതിയിൽ തന്നെയാണ് പോലീസിന്റെ അന്വേഷണം. മൊബൈൽ ടവറുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. സൈബർ വിദഗ്ധർ, അതായത് പല വീടുകളിൽ നിന്നുള്ള CCTV ക്യാമറകൾ ഇത്തരത്തിൽ ശേഖരിച്ചിട്ടുണ്ട്. അതെല്ലാം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഈ പ്രതിയെ ഉടൻ പിടികൂടുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അതിനുള്ള ഊർജിതമായ അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രത്യേക സംഘങ്ങളാക്കി ഓരോ ഭാഗത്ത്, അതായത് കാഞ്ഞങ്ങാട് CI ഉൾപ്പെടെ ഈ പ്രദേശത്തുണ്ട്. DIG കാസർഗോഡ് ജില്ലയിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് അത്തരത്തിൽ പോലീസ് ഈ കാര്യത്തിൽ വളരെ ഗൗരവമായാണ് ഈ കാര്യം എടുത്തത്. കാരണം നമുക്കറിയാം, ഇത്തരത്തിൽ ആലുവയിലൊക്കെ നേരത്തെ ഉണ്ടായ സംഭവം അറിയാം. ഈ കുട്ടി ജീവനോട് എത്തിയത് തന്നെ വലിയ കാര്യമാണ്. ഏതായാലും അത് വലിയ ആശ്വാസമാണ്. അപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരം സംഭവങ്ങൾ, അതും രക്ഷിതാക്കൾക്കൊപ്പം വീട്ടിൽ കിടന്നുറങ്ങിയായിരുന്ന ഒരു കുട്ടിയെ ഇത്തരത്തിൽ എടുത്തുകൊണ്ടുപോകുക, കൃത്യമായി വീടും പരിസരവും മനസ്സിലാക്കുന്ന ഒരാൾ തന്നെയാണ് ഇതിന് പിന്നിൽ. ഇനി കൂടുതൽ പേരുണ്ടോ ഈ സംഘത്തിൽ എന്ന കാര്യം ഇതൊക്കെ അന്വേഷണ സംഘത്തിന്റെ പരിധിയിലുണ്ട്. വൈജു, 3 പേർ കസ്റ്റഡിയിലുണ്ട് എന്ന് പറയുമ്പോൾ ആ 3 പേരും സമീപവാസികളാണോ? എന്താണ് പോലീസ് പറയുന്നത് ഇവരെ സംബന്ധിച്ച്? ഇപ്പോൾ കസ്റ്റഡിയിലുള്ളവർക്ക് ഇതിനു മുൻപ് ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണോ? എന്തെങ്കിലും സൂചന പോലീസിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ടോ ബൈജു? തീർച്ചയായും ഇപ്പോൾ കസ്റ്റഡിയിലുള്ളവർ നേരത്തെ കഞ്ചാവ് കേസിൽ ഉൾപ്പെടെ പ്രതികളായവരാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ അന്വേഷണത്തെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. നമുക്ക് കിട്ടിയ സോഴ്സ് പ്രകാരം 3 പേർ ഇപ്പോൾ കസ്റ്റഡിയിലുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ലഹരി മാഫിയ സംഘങ്ങളാണ് ഇവരെന്നും പറയുന്നത്. ഏതായാലും അത്തരത്തിൽ ലഹരിക്ക് അടിമയായവരാണോ ഈ കുട്ടിയെ ഇത്തരത്തിൽ ഈ വലിയോടി ഇത്തരത്തിലൊരു ക്രൂരത ചെയ്തതെന്ന് ഏതായാലും അറിയേണ്ടതുണ്ട്. അത് പോലീസ് എന്തായാലും സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഔദ്യോഗികമായി പോലീസ് തന്നെ പറയേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ നിലവിൽ ആരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് പറയുമ്പോഴും ഇതുവരെ നിലവിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിൽ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം അത്രത്തോളം വലിയ തോതിലുള്ള അന്വേഷണം തന്നെയാണ് ഇതിൽ നടക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ പ്രതിയെ ഇന്ന് രാത്രിക്കുള്ളിൽ തന്നെ പിടികൂടണം എന്നാണ് പോലീസിന്റെ ഒരു രീതിയിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നടക്കുന്നത്. എന്തായാലും വലിയ ആശങ്ക ഉണ്ടാക്കുന്നതായിരുന്നു. ഏതായാലും കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ആഭരണങ്ങൾ കവർന്നു എന്നായിരുന്നു ആദ്യം കരുതിയിരുന്നത്. എന്നാൽ സൂചനകൾ നമുക്ക് ലഭിച്ചിരുന്നു ഈ കുട്ടി അവശനിലയിലാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മെഡിക്കൽ റിപ്പോർട്ട് ഔദ്യോഗികമായി വരേണ്ടതുണ്ടായിരുന്നു. അല്പസമയം മുമ്പാണ് ഈ മെഡിക്കൽ റിപ്പോർട്ട് വന്നത്. 10 വയസ്സുള്ള ഈ പെൺകുട്ടി ഇപ്പോൾ ലൈംഗികാതിക്രമത്തിന് ഇരയായിരിക്കുന്നു എന്ന വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രതിയെ പിടികൂടാനുള്ള എല്ലാ പ്രവർത്തനവും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. ഇത്തരം വാർത്തകൾ നമ്മുടെ ഓരോ അമ്മമാരെ സംബന്ധിച്ചും വേറെ വേദന ഉണ്ടാക്കുന്നതാണ്. ഓരോ ദിവസവും ഭയത്തോടുകൂടി തള്ളി നീക്കേണ്ട സാഹചര്യം ഉണ്ടാക്കുന്ന വാർത്തകളാണ് ഇത്തരത്തിൽ പുറത്തു വരുന്നത്. പ്രത്യേകിച്ചും വീട്ടിൽ നിന്നൊരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികാതിക്രമം നടത്തിയെന്നുള്ള വാർത്തകളൊക്കെ ഏറെ വേദനിപ്പിക്കുന്നതാണ്, ഞെട്ടിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പോലീസ് എത്രയും പെട്ടെന്ന് ഈ കേസിന്റെ തുമ്പ് കണ്ടെത്തേണ്ടതാണ്, പ്രതികളിലേക്ക് എത്തേണ്ടതാണ്. ബൈജു, നേരത്തെ തന്നെ കുഞ്ഞ് ഈ പ്രതികളെ കുറിച്ച് സൂചന നൽകിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മെലിഞ്ഞ ശരീരമുള്ള ആളാണ് എന്നൊക്കെ കുട്ടി മൊഴി നൽകിയെന്ന് പറയുന്നു. അപ്പോൾ ആ മൊഴിയുടെ കൃത്യമായ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള 3 പേരും? അത്തരത്തിലൊരു സൂചന പോലീസ് നൽകുന്നുണ്ടോ? കുഞ്ഞിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ 3 പേരെയും ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തത് എന്നതിലേക്ക് എത്തുന്നുണ്ടോ കാര്യങ്ങൾ? തീർച്ചയായും രൂപസാദൃശ്യം ഈ CCTV ക്യാമറയിൽ നിന്ന് ലഭിച്ച ദൃശ്യത്തിന് അടിസ്ഥാനത്തിൽ രൂപസാദൃശ്യമുള്ള 3 പേരെയാണ് ചോദ്യം ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. അവരെ കൃത്യമായി ചോദ്യം ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ സംഭവത്തിലെ പ്രതികളാണോ എന്ന കാര്യത്തിൽ പോലീസ് സ്ഥിരീകരണം നൽകിയിട്ടില്ല. നേരത്തെ രാവിലെ കൂടുതൽ പേരെ ഇത്തരത്തിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. ഇപ്പോൾ 3 പേർ കസ്റ്റഡിയിലുണ്ട്. ഇവർ ഏതെങ്കിലും തരത്തിൽ ഈ കേസിൽ ബന്ധപ്പെട്ടവരാണോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. ഏതായാലും ബബിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതായാലും പുറത്ത് ഇറങ്ങി നടക്കാനും ഇത്തരത്തിൽ പെൺകുട്ടികൾക്ക് പ്രശ്നമാണ്. അതുപോലെ തന്നെ വീടിനകത്തും ഒരു സുരക്ഷിതത്വം ഇല്ല എന്ന് തെളിയിക്കുന്നതാണ്. അത്തരത്തിൽ വളരെ ജാഗ്രത പുലർത്തേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ നീങ്ങുന്നു എന്ന് വേണം ഈ സംഭവം പറയുന്നത്. അത് 10 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഇത്തരത്തിൽ ഒരു ക്രൂരമായ കൃത്യം ഒരാൾ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് പോലീസിനെ സംബന്ധിച്ചിടത്തോളം പ്രതിയെ ഉടൻ പിടികൂടിയില്ലെങ്കിൽ വലിയ സമ്മർദ്ദത്തിലാവുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് DIG ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കാസർഗോഡ് ക്യാമ്പ് ചെയ്ത് ഇതിന്റെ അന്വേഷണ പുരോഗതി വിലയിരുത്തുന്നത്. എന്തായാലും പ്രതിയെ ഇന്ന് രാത്രിക്കുള്ളിൽ പിടികൂടും എന്ന പോലീസ് പറയുന്നു.
പറയുന്നുണ്ട്. എന്തടിസ്ഥാനത്തിൽ എന്ന കാര്യത്തിൽ അറിയില്ല. ഏതായാലും കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിടുന്നില്ല. കാരണം ഇത് അന്വേഷണത്തെ ബാധിക്കും എന്നാണ് നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അവർ വ്യക്തമാക്കിയത്. എന്തായാലും ഈ മെഡിക്കൽ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ഈ 10 വയസ്സുകാരി ലൈംഗിക അതിക്രമത്തിന് ഇരയായിരിക്കുന്നു എന്ന വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. എന്തായാലും പോലീസ് അന്വേഷണം ഇനി ഊർജിതമാക്കും. നേരത്തെ സൂചന നമുക്ക് ലഭിച്ചിരുന്നു, അത് പ്രകാരമുള്ള സൂചനകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ മെഡിക്കൽ റിപ്പോർട്ട് തന്നെ വന്നിരുന്നു. ഏതായാലും ഈ തട്ടിക്കൊണ്ടുപോകൽ ഇത്തരത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി കുട്ടിയെ ലൈംഗിക അതിക്രമത്തിൽ ഇരയാക്കാൻ തന്നെയാണ് തട്ടിക്കൊണ്ടുപോയതെന്ന കാര്യത്തിൽ ഇപ്പോൾ സ്ഥിരീകരണം വന്നിരിക്കുന്നു. അതിനൊപ്പം ഈ കുട്ടിയുടെ കാതിലുണ്ടായിരുന്ന ആഭരണം ഇയാൾ കവർച്ച ചെയ്യുകയുണ്ടായിരുന്നു. എന്തായാലും ഈ വീടിന് സമീപത്ത് ഈ കുട്ടിയെ തിരിച്ചു കൊണ്ടുവിട്ടിട്ട് മോളെ തൊട്ടടുത്ത വീടാണല്ലോ എന്ന് പറയുന്ന ഒരു കാസർഗോഡ് ഉറങ്ങിക്കിടക്കുകയായിരുന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പെൺകുട്ടി ലൈംഗികാതിക്രമത്തിന് ഇരയായെന്ന മെഡിക്കൽ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറിൽ വരും ബുള്ളറ്റിനുകളിൽ ഈ പ്രതിയെ പോലീസ് പിടിച്ചു എന്നുള്ളൊരു വാർത്ത നമുക്ക് നൽകാൻ സാധിക്കട്ടെ. KV വൈജുവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തകൾ നോക്കാം. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം. 5 വയസ്സുകാരി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ. മലപ്പുറം മൂന്നിയൂർ സ്വദേശിയായ പെൺകുട്ടി വെന്റിലേറ്ററിൽ. അമീബ ശരീരത്തിലെത്തിയത് കടലുണ്ടിപ്പുഴയിൽ കുളിച്ചപ്പോഴാണ്. MS അനീഷ് കുമാർ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. അനീഷ്, വീണ്ടും ഒരു വലിയ രോഗത്തിന്റെ ആശങ്കയിലാണ് ഇപ്പോൾ കോഴിക്കോട് മനസ്സിലാക്കുന്നു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച 5 വയസ്സുകാരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്താണ് നിലവിലെ ഒരു സാഹചര്യം? ഈ രോഗം ബാധിക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ടോ? എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന? ആരോഗ്യവകുപ്പ് എന്താണ് പറയുന്നത്? അങ്ങേയറ്റം അത്യപൂർവമായ ഒരു രോഗം ബാധിച്ചാണ് ഇപ്പോൾ ഈ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ് ഈ കുട്ടിയുള്ളത്. മലപ്പുറം മുന്നൂർ സ്വദേശിയായ പെൺകുട്ടിയാണ് ചികിത്സയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുന്നൂരിലെ പുഴയിൽ നിന്നാണ് ഈ കുട്ടിക്ക് ഈ അമീബ ബാധ ശരീരത്തിൽ പ്രവേശിപ്പിച്ചത് എന്ന ഒരു കണക്കുകൂട്ടലാണുള്ളത്. ഒപ്പം ഈ സമാനമായ ലക്ഷണങ്ങളോടുകൂടി 4 കുട്ടികളെ കൂടി ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും ഇതിന് കൃത്യമായ ഒരു ചികിത്സാ രീതി ഇല്ലാത്ത അസുഖമെന്നാണ് നമുക്ക് ആരോഗ്യ വിദഗ്ധരിൽ നിന്നും ലഭ്യമാവുന്ന വിവരം. ഇവർക്ക് ശരീരത്തിലുണ്ടാവുന്ന രോഗലക്ഷണങ്ങൾക്ക് പ്രതിവിധി നൽകുക അല്ലെങ്കിൽ അതിനുള്ള മരുന്നുകൾ നൽകി രോഗലക്ഷണങ്ങൾ ശരീരത്തിൽ നിന്നും ഭേദമാക്കി എടുക്കുക എന്നതാണ്, ലക്ഷണങ്ങൾ മാറ്റുക എന്നതാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് പറയുന്നത്. ഏതാണ്ട് മസ്തിഷ്ക ജ്വരത്തിന് സമാനമായ ലക്ഷണങ്ങൾ തന്നെ ഈ രോഗം വരുന്നവരിൽ പ്രകടമാക്കുന്നു എന്നും അറിയാൻ കഴിയുന്നു. എന്തായാലും ഈ 5 വയസ്സുകാരി മുന്നൂരിൽ നിന്നുള്ള 5 വയസ്സുകാരിയുടെ അവസ്ഥ അതീവ ഗുരുതരമായ നിലയിൽ തുടരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപൂർവമായി മാത്രം കാണുന്ന ഈ രോഗം കേരളത്തിൽ വളരെ കുറച്ചു പേർക്ക് മാത്രമാണ് ഇതിനു മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ കടലുണ്ടി പുഴയിൽ കുളിച്ചപ്പോഴാണ്, ഈ പുഴയിൽ നിന്നാണ് വൈറസ് ബാധ വന്നതെന്ന ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ അത്തരത്തിലൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടുണ്ടോ അനീഷ? എങ്ങനെ കടലുണ്ടി പുഴയിൽ കുളിച്ചപ്പോഴാണ് ഈ ഒരു രോഗബാധ ഉണ്ടായത് എന്ന കാര്യത്തിലേക്ക് ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ അതൊരു സംശയം മാത്രമാണോ? ഇതൊരു സ്ഥിരീകരണം എന്ന രീതിയിലല്ല. ഈ പുഴയിൽ കുളിച്ചപ്പോഴാകാം ഈ കുട്ടിയുടെ ശരീരത്തിലേക്ക് ഇത് പ്രവേശിച്ചത് എന്നൊരു കണക്കൂട്ടലാണുള്ളത്. ഈ ഇളം ചൂടുള്ള ശുദ്ധജലത്തിലാണ് സാധാരണ ഇത്തരം അമീബിയകൾ കണ്ടുവരുന്നത്. ഈ സ്വിമ്മിംഗ് പൂള്, കുളങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ പലപ്പോഴും ഈ ഇത്തരത്തിൽ ഈ ബാക്ടീരിയയുടെ സാന്നിധ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അമീബയുടെ സാമീപ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ ക്ലോറിനേഷൻ അടക്കമുള്ള ജലശുദ്ധീകരണ മാർഗങ്ങൾ നടത്തിയാൽ ഇവ നശിച്ചു പോകും എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം ഈ ശുചീകരണ മാർഗങ്ങൾ അവലംബിക്കാത്ത ഇടങ്ങളിലെ വെള്ളത്തിൽ ഒരുപക്ഷെ ഈ അമീബയുടെ സാന്നിധ്യം ഉണ്ടായേക്കുമെന്നും പറയുന്നു. ഈ ഉപ്പുവെള്ളമുള്ള ജലാശയങ്ങളിൽ കാര്യമായി ഇത് കാണുന്നുമില്ല. ഈ അണുനാശീകരണം കൃത്യമായി ഉപ്പുവെള്ളത്തിൽ നടക്കുന്നുണ്ട്. ഉപ്പുവെള്ളമുള്ള ഇടങ്ങളിൽ ഇത് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ശുദ്ധജല ഉള്ള ഈ പുഴകി കുളിച്ചതുകൊണ്ടാവാം എത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അങ്ങനെ ഒരു നിഗമനത്തിലാണ് ബന്ധുക്കളും എത്തിയിരിക്കുന്നത്. കുട്ടികളുടെ ആരോഗ്യനില എങ്ങനെയാണ് അനീഷ്? കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമാണ്. അതായത് വെന്റിലേറ്റർ സഹായത്തോടു കൂടിയാണ് കുട്ടി ഇപ്പോൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ രോഗബാധ കടുത്ത രീതിയിൽ വന്നു കഴിഞ്ഞാൽ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. കാരണം കൃത്യമായൊരു ചികിത്സ നൽകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. രോഗലക്ഷണങ്ങൾ മാറ്റാനാണ് സാധാരണ രീതിയിൽ ചികിത്സ നൽകുന്നത്. ഒപ്പം കേരളത്തിൽ നിന്നുള്ള മരുന്നുകൾ ലഭ്യമല്ല എന്നും കുട്ടിയുടെ ബന്ധുക്കൾ പറയുന്നുണ്ട്. എന്തായാലും അങ്ങേയറ്റം ഗുരുതരമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ രോഗബാധയേറ്റ കുട്ടി ഇപ്പോൾ കടന്നു പോകുന്നത്. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ ഗതാഗത മന്ത്രിയും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുമായ ചർച്ച തുടങ്ങി. തിരുവനന്തപുരത്താണ് ചർച്ച.
ഡാൻ കുര്യൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. ഡാൻ, അങ്ങനെ കുറേ ദിവസം നീളുന്ന ആശങ്കയ്ക്കൊടുവിൽ ഇപ്പോൾ ഒരു ചർച്ചയിലേക്ക് കടക്കുകയാണ് കാര്യങ്ങൾ. ഒരു പരിഹാരമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അതിനുള്ള സാധ്യത എത്രത്തോളമാണ് എന്നിപ്പോൾ പറയാനാകില്ല. കാരണം 2-ാം തീയതി മുതൽ ഈ പ്രതിഷേധം ഇങ്ങനെ തന്നെ തുടരുകയാണ്. 2-ാം തീയതി മുതലായിരുന്നു പരിഷ്കരിച്ച തരത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തണമെന്ന നിർദ്ദേശം ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്ക് സർക്കുലറായി ഗതാഗത വകുപ്പ് നൽകിയത്. പക്ഷേ അത് പെട്ടെന്ന് നടപ്പിലാക്കാനാവില്ല എന്ന നിലപാടിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും തൊഴിലാളി സംഘടനകളും രംഗത്തെത്തിയതാണ്. ഡ്രൈവിംഗ് ടെസ്റ്റ് തന്നെ സംസ്ഥാനത്ത് അവതാളത്തിലാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. അതിനുശേഷമാണ് ഏറ്റവും ഒടുവിൽ ഗതാഗത മന്ത്രി തന്നെ നേരിട്ട് നയിക്കുന്ന ചർച്ച അല്പസമയം മുമ്പ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. CITU-വിന്റെയും BMS-ന്റെയും INTUC-യുടെ പ്രതിനിധികളും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രതിനിധികളുമാണ് ഈ യോഗത്തിൽ ഗതാഗത മന്ത്രിയുമായി നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അല്പസമയത്തിനകം ചർച്ചയ്ക്ക് ശേഷം ഈ തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചേക്കും. ശരി, ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്. വേനൽ മഴ സംസ്ഥാനത്ത് ഇന്നും ശക്തമായി തുടരുമെന്ന് കാലാവസ്ഥാ പ്രവചനം. ഇന്ന് 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിയോടുകൂടിയ അതിശക്തമായ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. തൃശൂർ പാലപ്പിള്ളിയിൽ തുടർച്ചയായി 2-ാം ദിവസവും പുലിയിറങ്ങി. കന്നാറ്റുപാടം സർക്കാർ സ്കൂളിന് സമീപത്താണ് പുലിയിറങ്ങിയത്. പശുക്കുട്ടിയെ കൊന്നത് പുലിയാണെന്ന് സ്ഥലത്തെത്തിയ വനപാലകർ സ്ഥിരീകരിച്ചു. ജനവാസ മേഖലയിൽ തുടർച്ചയായി പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ കൊല്ലുന്നത് പതിവായതോടെ നാട്ടുകാരും ഭീതിയിലാണ്. തൃശൂർ വടക്കാഞ്ചേരിയിൽ മയക്കുമരുന്നുമായി അസം സ്വദേശി പിടിയിൽ. വാഴാനി റോഡിൽ റെയിൽവേ ഗേറ്റിനോട് ചേർന്നുള്ള അന്യസംസ്ഥാന തൊഴിലാളികളുടെ താമസ സ്ഥലത്ത് നടത്തിയ റെയ്ഡിലാണ് മയക്കുമരുന്ന് പിടിച്ചത്. 250 മില്ലിഗ്രാമിലധികം ബ്രൌൺ ഷുഗറുമായി അസം സ്വദേശി അനാവൂർ ഇസ്ലാമാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസം ചെറുതുരുത്തി കേന്ദ്രീകരിച്ച് പുകയില ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്ന വൻ ലോബി പോലീസിന്റെ വലയിലായിരുന്നു. MDMA-യുമായി യുവാവ് കൊടുവള്ളി പോലീസിന്റെ പിടിയിലായി. കിഴക്കോത്ത് കരിപ്പിടിപ്പൊയിൽ KP സിദ്ദിഖാണ് പോലീസിന്റെ പിടിയിലായത്. രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. കാറിലുണ്ടായിരുന്ന 2 പേർ ഓടി രക്ഷപ്പെട്ടു. MDMA-യും 2 ലക്ഷം രൂപയും പോലീസ് കണ്ടെടുത്തു. തൃശൂർ ചെറുതുരുത്തിയിൽ വീടിന്റെ വാതിൽ കുത്തിത്തുറന്ന് മോഷണം. അലമാറിൽ സൂക്ഷിച്ചിരുന്ന 12 പവൻ സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ടു. ചെറുതുരുത്തി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 7 പവൻ തൂക്കം വരുന്ന മാലയും വളയും മോതിരവും അടങ്ങുന്ന 12 പവനാണ് നഷ്ടമായത്. മുൻവാതിൽ കുത്തിത്തുറന്നായിരുന്നു മോഷ്ടാവ് അകത്ത് കയറിയത്. കണ്ണൂർ പള്ളൂർ കൊയ്യോട്ട് തെരുവിൽ 13കാരൻ തൂങ്ങി മരിച്ചു. GP സിജേഷിന്റെയും ശ്രീ ജയശ്രീ ലക്ഷ്മിയുടെയും മകൻ GP കിഷോറാണ് മരിച്ചത്. വീട്ടിലെ കുളിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തിരുവനന്തപുരം വിളവൂർക്കലിൽ മകന്റെ അടിയേറ്റ് അച്ഛൻ മരിച്ചു. പാറപ്പൊറ്റ പൂവണംവിള വീട്ടിൽ 63 വയസ്സുള്ള രാജേന്ദ്രനാണ് മരിച്ചത്. മൂത്ത മകൻ രാജേഷിനെ മലയൻകീഴ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. വാക്കുതർക്കത്തിനിടെ രാജേഷ് തടി കൊണ്ടടിച്ചാണ് അച്ഛനെ കൊലപ്പെടുത്തിയത്. നെയ്യാറ്റിൻകര വെള്ളറട അമ്പൂരിയിൽ ഗുണ്ടാക്രമണം. ഇന്നലെ രാത്രി കണ്ണനൂരിലായിരുന്നു സംഭവം. പ്രദേശത്തെ സ്ഥിരം പ്രശ്നക്കാരായ ജിബിനും സംഘവുമാണ് ആക്രമണം നടത്തിയത്. ദിവസങ്ങൾക്ക് മുൻപ് ജയിൽ മോചിതരായവരാണ് അക്രമത്തിന് പിന്നിൽ. ഇതുവഴി കടന്നു വന്ന ഇരുചക്ര വാഹനക്കാരെ തടഞ്ഞു നിർത്തി ആക്രമിച്ചു. പ്രദേശത്തെ വീടിന് നേരെയും അക്രമം നടത്തി. പുനലൂർ ചെങ്കോട്ട പാതയിൽ പ്രത്യേക AC ട്രെയിൻ സർവീസ് നാളെ മുതൽ. 50 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഈ ആവശ്യം നടപ്പാകുന്നത്. കൊച്ചുവേളിയിൽ നിന്നും താമ്പരം വരെയാണ് പുതിയ സർവീസ് ഉള്ളത്. കൊല്ലം ചെങ്കോട്ട പാതയിലാണ് ആദ്യമായി 16 ലിങ്ക് ഹോഫ്മാൻ ബുഷ് കോച്ചുകൾ ഓടുന്നത്. ഇടുക്കി കുട്ടിക്കാനം വളഞ്ഞങ്ങാനത്തിന് സമീപം വാഹനാപകടം. രാവിലെ കുട്ടിക്കാനത്തിന് സമീപം വളഞ്ഞങ്ങാനം വളവിൽ ചരക്ക് ലോറി നിയന്ത്രണം നഷ്ടമായി മറിഞ്ഞു. ഈ ലോറി ക്രെയിൻ ഉപയോഗിച്ച് നീക്കുന്നതിനിടെ ഇതേ വളവിൽ തമിഴ്നാട്ടിൽ നിന്നും പാലുമായി കോട്ടയം ഭാഗത്തേക്ക് പോയ ലോറി നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡരികിലെ ക്രാഷ് ബാരിയറിലും സംരക്ഷണ ഭിത്തിയിലും പന്നിടിക്കുകയായിരുന്നു. അപകടത്തിൽ ലോറി ഡ്രൈവറും ക്ലീനറും വാഹനത്തിൽ നിന്ന് തെറിച്ചു വീണു. ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. കൊടും വേനലിൽ ഇടുക്കി മറയൂരിലെ കരിമ്പ് കർഷകർ ദുരിതത്തിൽ. ഏക്കർ കണക്കിന് ഭൂമിയിലെ കരിമ്പ് കൃഷി ഉണങ്ങി നശിച്ചു. വായ്പയെടുത്ത് കൃഷിയിറക്കിയ നിരവധി കർഷകരാണ് ഇതോടെ പ്രതിസന്ധിയിലായത്.
ശർക്കര ഇത്തവണ കർഷകർക്ക് മധുരിക്കില്ല. കടുത്ത വേനലിൽ ജലസേചന മാർഗങ്ങൾ ഇല്ലാതായതോടെ മറയൂർ, പയസ് നഗർ, വെട്ടുകാട്, കാരയൂർ മേഖലകളിൽ ഏക്കർ കണക്കിന് കൃഷിയാണ് നശിച്ചത്. വേനലിനെ തുടർന്ന് മണ്ണിലെ താപനില ക്രമാതീതമായി വർദ്ധിച്ചതും കരിമ്പ് കരിഞ്ഞുണങ്ങാൻ ഇടയാക്കി. മഴയില്ലാതാണ്, ഇങ്ങനെ മഴ കിട്ടിയില്ല, അതുകൊണ്ടാണ് ഉണങ്ങിപ്പോയത്. ഇപ്പോഴാണ് ഈ 2 ദിവസമായിട്ട് ഇച്ചിരി മഴ കിട്ടിയ, എന്നിട്ട് വെള്ളം ഇറക്കി ഒരു നേട്ടമില്ല, എല്ലാം ഉണങ്ങിപ്പോയി. ഇപ്പോൾ 1 ഏക്കറിന് ഇത് പോയതാ. അതിൻ്റെ മുകളിൽ ഒരു 1/2 ഏക്കർ ഈ ചോളത്തിൻ്റെ കൃഷി ചെയ്തായിരുന്നു, അതും ഉണങ്ങി. ഒത്തിരി സ്ഥലം പോയിട്ടുണ്ട്. വെട്ടുകാട്, കാരയൂർ ഭാഗം ഒക്കെ അങ്ങനെ കുറേ. ഇത്തവണ കറുമ്പ് കൃഷി ഇവിടെ കുറവാണ്, അതിൽ ഇങ്ങനെ മഴയില്ലാത്തതാണ് അങ്ങനെ ഉണങ്ങിപ്പോയത്. കാലാവസ്ഥാ വ്യതിയാനവും സാമ്പത്തിക പ്രതിസന്ധിയും മൂലം മറയൂരിലെ നിരവധി കർഷകർ കരിമ്പ് കൃഷി ഉപേക്ഷിച്ചിരുന്നു. പ്രതിസന്ധികളെ അതിജീവിച്ചും വായ്പയെടുത്തും കൃഷിയിറക്കിയവരെയാണ് ഇത്തവണ വേനൽ ചതിച്ചത്. മറയൂരിന്റെ തനതുൽപ്പന്നമായ ശർക്കരയുടെ നിലനിൽപ്പിനായി പ്രത്യേക പാക്കേജ് തയ്യാറാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. കർഷകർക്ക് പ്രതിസന്ധിയായി ഇത്തവണയും നെല്ല് സംഭരണം. അപ്പർ കുട്ടനാട്ടിലെ വിവിധ പാടങ്ങളിൽ കൊയ്ത്ത് 1 മാസം വരെയായ നെല്ല് സംഭരിക്കാതെ കിടക്കുകയാണ്. വേനൽ മഴ കൂടിയെത്തിയതോടുകൂടി എന്തു ചെയ്യണമെന്നറിയാത്ത സ്ഥിതിയിലാണ് കർഷകർ. ഓരോ കാലവും, അതായത് ഓരോ കൃഷി പൂർത്തിയാക്കുന്ന കാലവും കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ കേരളമാകെ ചർച്ച ചെയ്യുകയാണ്. ഈ ഒരു സമയത്തും അതിന് മാറ്റമില്ല എന്നുള്ളതാണുള്ളത്. ഞാനിപ്പോൾ കോട്ടയത്ത് പരിപ്പിൽ നിന്നാണ് ചേരുന്നത്. ഇവിടെ ഒരു പറ്റം കർഷകരുണ്ട്, നമുക്ക് അവരോട് സംസാരിക്കാം. ചേട്ടാ, എന്താണ് ഇത്തവണ എന്തുകൊണ്ടാണ് നെല്ല് എടുക്കാത്തത്? എടുക്കാൻ താമസിൻ്റെ കാരണത്തിൽ ഞങ്ങൾ കൊയ്ത്ത് കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ 27 ദിവസമായി. അപ്പം കൊയ്ത് 1 ഏക്കറിന് 20 കിൻഡൽ നെല്ല് വെച്ച് ഉണ്ടായിട്ടുണ്ട്. ഈ നെല്ല് സപ്ലൈകോയിൽ നിന്ന് ആളെ വിടാമെന്ന് പറഞ്ഞ് പിന്നെ നെല്ലെടുക്കാൻ വേണ്ടി ആൾ വന്നു നോക്കിയിട്ട് പറഞ്ഞ് ഞങ്ങൾ പിന്നീട് വരാം എന്നും പറഞ്ഞവർ പോയിട്ട് അവരിവിടെ വന്നിട്ടില്ല. ഇന്നലെ സപ്ലൈകോയിൽ വെച്ച് ഞങ്ങളെ വിളിച്ചു പറഞ്ഞു നെല്ലെടുക്കാം, 10 കിലോ കിഴുകറന്ന് പറഞ്ഞ് തരികയില്ല എന്ന് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങളിഞ്ഞ് പോന്ന്. അത് വൈകുന്നേരം ഒരു 7 മണിയായപ്പോൾ വീണ്ടും വിളിച്ചപ്പോൾ പറഞ്ഞ് 10 കിലോ കിഴു തരുവാണെങ്കിൽ നെല്ലെടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ സമ്മതിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറയുന്നു, ഞാൻ 10 കിലോ ഏജൻറ്റാണ് പറഞ്ഞത്, 10 കിലോ നെല്ലും ചാക്ക് തൂക്ക് ഉൾപ്പെടെ തരാമെന്നാണ് പറഞ്ഞത്. അതിനനുസരിച്ച് ഞങ്ങൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾ പറയുന്നത് ഞാൻ നെല്ലെടുക്കുകയില്ല, കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ പാടത്തിൽ നിന്ന് ആരോ ആവശ്യമില്ലാത്ത വർത്തമാനം എന്നോട് പറഞ്ഞത് കാരണം ഞാനിവിടെ നെല്ലെടുക്കാൻ വരികയെന്ന് പറഞ്ഞു. ഇതാണ് ഇവിടെ ഉണ്ടായ സാഹചര്യം. ഇത്തവണ ഈ കിഴിവിലാണ് തർക്കം അല്ലേ? കിഴിവിലെ തർക്കം. അതിപ്പം ഞങ്ങൾ ആദ്യം 3 പറഞ്ഞു, പിന്നെ 5 പറഞ്ഞു, പിന്നെ ലാസ്റ്റ് 10 പറഞ്ഞു. 10 പേര് നമ്മുടെ പാർട്ടി ഓഫീസറും പാർട്ടി വന്നപ്പോൾ 9 വെച്ച് കൊടുക്കാം ഉണ്ടോ എൻ്റെ ഇത്, അത് 10 വെച്ച് കൊടുക്കാൻ പറഞ്ഞു. 10 വെച്ച് കൊടുക്കാൻ സമ്മതിക്കുകയും ചെയ്തു. ലാസ്റ്റ് അവർ തെറി വിളിച്ചെന്ന് പറഞ്ഞ് വരുന്നില്ല. 10 വലിയൊരു കണക്കല്ലേ സാധാരണ? അതെങ്ങനെയാണ് അതിനെക്കുറിച്ച്? 10 ഞങ്ങൾ സമ്മതിച്ചിരിക്കുമായിരുന്നു. അപ്പോഴയാൾ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങളുടെ 4 കോട്ടിലെ നെല്ല് വേണ്ടെന്ന് അയാൾ പറഞ്ഞു. ഏജന്റ് ഇതാണ് സംഭവം. എന്താണ് ഈ 10 എന്ന് പറയുമ്പോൾ വലിയൊരു കണക്കാകുമ്പോൾ സാധാരണഗതിയിൽ വലിയ കണക്കാ. ആ വലിയ കണക്കിനോട് ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റില്ല. ഞങ്ങൾ പറഞ്ഞത് ആദ്യം ഞങ്ങൾ അക്കരെ കൊടുത്തത് 4 ചില്ലറയാണ്, 4 ചാക്കുവാ. ആ ഇത് ഞങ്ങൾ പറഞ്ഞു, എന്നാലും പറഞ്ഞ് അത് പറ്റിയല്ല എനിക്ക്. എന്നാൽ ഈ ഏജൻറ്റ് വന്നിട്ട് ഇവിടെ കൃത്യമായിട്ട് ഞങ്ങളോട് പറയുന്നില്ല. ഞങ്ങളൊരു 10 രൂപ കൃഷിക്കാരുമായിട്ട് ഇവിടെ കൂടി ഇരുന്നു. ഏജൻറ്റ് വന്നു 1 മണിക്കൂർ നമ്മൾ വർത്തമാനം പറയുകയൊക്കെ ചെയ്തിട്ടും ഈ കിഴിവ് കാര്യത്തെപ്പറ്റി ഞങ്ങളോട് സംസാരിച്ചില്ല. ഏജന്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കൃഷി ഓഫീസർക്ക് യാതൊരു തർക്കമില്ല. കൃഷി നല്ല നെല്ലാണ്, ഇച്ചിരി പതിർക്കോൾ ഇച്ചിരി ഉണ്ട്, അത് വണ്ടിയുടെ ഒരു തകരാറാണ്, അല്ല ഞങ്ങളുടെ കൃഷിയുടെ ഇതിലില്ല. അങ്ങനെ ഒരു രീതിയിലായിരിക്കുന്നു. ഈ രീതി മുന്നോട്ട് പോകുമ്പം ഞങ്ങൾക്ക് താങ്ങാനാവാത്ത എന്നിലും പോട്ടെ ഞങ്ങളുടെ പടുതായെങ്കിലും പോകാതെ കിട്ടുമല്ലോ എന്ന് വെച്ച് ഞങ്ങൾ ഈ 10-ന് സമ്മതിക്കുകയാണ് ചെയ്തത്. ഈ ചേട്ടാ, മഴ എന്നുള്ളത് ഒരു ഭയങ്കര വില്ലനാവുന്നുണ്ടോ ഇപ്പം? ഒരു 5-8 മറിച്ചിട്ടുണ്ട് നെല്ല്. സാമ്പത്തികമായിട്ട് ഞങ്ങൾക്കത് പൈസ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അടുത്തൊരു മഴ വരുവാണെങ്കിൽ എൻ്റെ അടി മുഴുവൻ കിളുക്കും. അതുകൊണ്ട് ആ 10-ന് കൊടുത്തേക്കാന്നെങ്കിലും വെച്ചിരുന്ന അതാ. ഈ സ്ത്രീകളടക്കമുള്ളവരും എന്നോടൊപ്പം ചേരുന്നുണ്ട്. ഇതിപ്പോൾ ദിവസവും ഇങ്ങനെ ഇതിപ്പോൾ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടല്ലേ? ഇതിപ്പോൾ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളെ ഇത് അവർ പിച്ചാത്തി ഇല്ലാതെ കുത്തിക്കൊല്ലുന്നതിന് തുല്യമായിട്ട് ഒരവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല. കൊയ്ത് കഴിഞ്ഞതിന് ശേഷം നിയമപ്രകാരം പാടി ഓഫീസിൽ പോവുകയും അവരെ അറിയിക്കുകയും ചെയ്തു. അറിയിച്ചതനുസരിച്ച് അവർ പറഞ്ഞു വരാമെന്ന് പറഞ്ഞ് അന്നത്തെ ദിവസം പകൽ മുഴുവൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ കാത്തിരുന്നിട്ട് അവർ വന്നില്ല. പിന്നെ സന്ധ്യാകാറായപ്പം വിളിച്ച് മഴക്കാറ് കൊള്ളുന്നല്ലോ മേഡം നിങ്ങൾ വരുമോ എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു ഇന്ന് ഞങ്ങൾ വരത്തില്ല,
തന്നില്ല. നിങ്ങൾ അതുകൊണ്ട് പൊലി നാളെ എല്ലാവരും നിരത്തുക, നാളെ വരാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം എല്ലാവരും പൊലി നിരത്തി. അന്ന് അവർ വന്നില്ല. പിറ്റേ ദിവസം വന്നില്ല. വരാതെ വന്നപ്പോഴത്തേക്കിനും തിരക്കിയപ്പോഴത്തേക്കിനും മില്ലുകാരുടെ ഒരു നമ്പർ തന്നിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് ആ ബഷീർ എന്ന മറ്റേ ആ ആളിൻ്റെ പേര് അവിടെ ചെന്ന് കാഞ്ഞിരത്തിൽ അവിടെ ചെന്ന് പുള്ളിയെ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ആൾ ഇന്ന് 11 മണിയാകുമ്പോൾ വരാമെന്ന് പറഞ്ഞ്. അതനുസരിച്ച് എൻ്റെ ഭർത്താവെല്ലാം പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് 11 മണിയായപ്പോൾ ഇവിടെ കാത്തിരിപ്പ് തുടങ്ങി. 11 മണിക്ക് മുമ്പേ കാത്തിരിപ്പ് തുടങ്ങി. മില്ലുകാരൊക്കെ ഇടപെട്ടാണോ ഇത്? മില്ലുകാർ ഇടപെട്ട്. അത് സപ്ലൈകോയാണ് മില്ലുകാരെ ഏർപ്പാട് ചെയ്യുന്നത്. അവരാണോ ഇത് അട്ടിമറിക്കുന്നത്? നിങ്ങൾ ഈ ചെറിയ പൈസക്ക് എടുക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്ന കിഴിവുണ്ടാക്കുക, അത്രയും കൂടുതൽ കിഴിവ്? അത് ഞങ്ങൾക്ക് ഇപ്പം വ്യക്തമായി വരുന്നതിന്റെ ഒരു ഉദ്ദേശം ഞാൻ പറയാം. എൻ്റെ അറിവില്ലായ്മ ആയിരിക്കാം ഒരുപക്ഷെങ്കിൽ. എന്താണേലും നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. അപ്പം പാടി ഓഫീസിൽ നിന്ന് അതിൻ്റെ ശരിയായ ഓഫീസറാണോ അതോ അസിസ്റ്റന്റുമാരാണോ എന്നറിയത്തില്ല. ഒരു മേഡം വന്നപ്പോഴത്തേക്കിനും പറഞ്ഞ് നെല്ലിന് കുഴപ്പമൊന്നുമില്ല, മില്ലുകാരെ വിട്ടാക്കാമെന്ന് പറയുന്നു. പിന്നെ അവരുമായിട്ട് നിങ്ങൾ സഹകരിച്ച് നെല്ല് എത്രയും പെട്ടെന്ന് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അതനുസരിച്ചാണ് കാത്തിരുന്നിട്ട് ഈ മില്ലുകാരൻ വരാതെ വന്നപ്പോഴത്തേക്കിനും വിളിച്ചപ്പോഴത്തേക്കിനും പറഞ്ഞു എനിക്ക് ഇന്ന് അങ്ങോട്ട് വരാൻ പറ്റത്തില്ല, 900 എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നെല്ല് കൊണ്ടു ചെല്ലണമെന്ന് പറഞ്ഞു. അതനുസരിച്ച് ഇവിടെ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഇവിടെ ഇപ്പോൾ ഒരുപാടിടത്ത് നെല്ലിങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ട്. ഈ പാടത്തിന്റെ ചുറ്റുവട്ടമുണ്ട്. പിന്നെ വേറെ ഇവിടെ 90 ഏക്കറിലെ നെല്ല് പല സ്ഥലങ്ങളിലായിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത്. എന്തായാലും ഇതാണ് കർഷകരുടെ ഒരു പ്രശ്നം. അത് വലിയ എല്ലാ തവണയും കേൾക്കുന്ന പ്രശ്നങ്ങൾ, എല്ലാ തവണയും കേൾക്കുന്ന പരാതികൾ ഇത്തവണയും ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. സർക്കാരും കൃഷി വകുപ്പും അടിയന്തരമായി ഇടപെടേണ്ട ഒരു വിഷയമായി മാറുന്നു. കനത്ത മഴയിലേക്ക്, വേനൽ മഴയിലേക്ക് കാര്യങ്ങൾ എത്തുക കൂടി ചെയ്യുന്നു എന്നുള്ളതാണ്. കോട്ടയം പരിപ്പിൽ നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18. തിരുവനന്തപുരം മാനേജ്മെന്റ് അസോസിയേഷന്റെ വാർഷിക സമ്മേളനമായി ട്രിമ മെയ് 15, 16 തീയതികളിൽ തിരുവനന്തപുരത്ത് നടക്കും. വൺ ഹെൽത്ത് ഓൾ ഫോർ വൺ ഫോർ ഓൾ എന്നതാണ് ഇത്തവണത്തെ സമ്മേളനത്തിന്റെ പ്രമേയം. തലസ്ഥാനത്ത് മാനേജ്മെന്റ് രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രൊഫഷണലുകളുടെ സംഘടനയാണ് ട്രിവാൻഡ്രം മാനേജ്മെന്റ് അസോസിയേഷൻ. വ്യാഴാഴ്ച രാവിലെ 10:30 ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. വെള്ളിയാഴ്ച വൈകിട്ട് 3:30 നടക്കുന്ന സമാപന സമ്മേളനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും ഉദ്ഘാടനം ചെയ്യും. ട്രിവാൻഡ്രം മാനേജ്മെന്റ് അസോസിയേഷന്റെ വാർഷിക അവാർഡുകളും വാർത്താ സമ്മേളനത്തിൽ TMA ഭാരവാഹികൾ പ്രഖ്യാപിച്ചു. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. 22 ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 6700, പവന് 53600. 18 ക്യാരറ്റ് ഗ്രാമിന് 5590, പവന് 44720. വെള്ളി ഗ്രാമിന് 91, കിലോയ്ക്ക് 91000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്